എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയക്കെതിരായ ഇന്ത്യയുടെ മൂന്നാം ടെസ്റ്റിലെ മൂന്നാം ദിനവും ഇന്ത്യക്ക് കനത്ത നിരാശയായിരുന്നു. മഴ തുടർച്ചയായി തടസ്സം സൃഷ്ടിച്ചതോടെ മത്സരം നേരത്തെ നിർത്തുകയായിരുന്നു. ഇന്നത്തെ മത്സരം നിർത്തുമ്പോൾ ഇന്ത്യ 51-4 എന്ന അപകടകരമായ അവസ്ഥയിലാണ്. മൂന്നാം ദിവസം മത്സരശേഷം ഇന്ത്യൻ കോച്ച് ഗൗതംഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ്: വളരെയധികം നിരാശ നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നെങ്കിലും ഈ മത്സരത്തിലേക്ക് തിരിച്ചുവരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതിന് ഇന്ത്യക്ക് ഇന്നും സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഇന്നത്തെ പ്രകടനം കണ്ട് ഞാൻ ഞെട്ടി എന്ന് തന്നെ പറയാം. ഇത്രയും മോശം പ്രകടനം ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ബാറ്റിംഗിൽ വൻ ഫ്ലോപ്പാണ് ഇന്ത്യ ഇപ്പോൾ. ഓസ്ട്രേലിയൻ പിച്ച് ആയതുകൊണ്ട് തന്നെ ഓസീസ് കളിക്കാർക്ക് അനുകൂലമായിരിക്കും. എന്നിരുന്നാലും ഇന്ത്യ അതിനൊത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ബൗളിംഗും ബാറ്റിംഗും ഒരുപോലെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബാറ്റിംഗിലെ ടോപ്പ് ഓർഡർ. വിരാട് കോഹ്ലിയൊക്കെ കുറച്ചുകൂടി ഫോം ആക്കേണ്ടതുണ്ട്. ഒരു സീനിയർ താരമായ കോഹ്ലിയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ത്യ ഇപ്പോൾ ഓസീസിനേക്കാളും വളരെ അധികം പിന്നിലാണ് നിൽക്കുന്നത്. ഇനി ഈ മത്സരം വിജയിക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ മികച്ച രീതിയിൽ കളിച്ചാൽ മാത്രമേ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. എങ്ങനെയെങ്കിലും ഈ മത്സരം സമനിലയിൽ എങ്കിലും ആക്കാനാണ് ഇനി ഇന്ത്യൻ ടീം ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. രോഹിത്തും രാഹുലും മികച്ച രീതിയിൽ തന്നെ നാളെ ബാറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓസ്ട്രേലിയ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരമ്പര നേടാൻ ആകുമോ എന്നതാണ് ഞാൻ വിചാരിക്കുന്നത് എന്നും ഗംഭീർ വ്യക്തമാക്കി. ഓസ്ട്രേലിയ ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഓസീസ് ബൗളർമാരുടെ മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ തകർന്നു വീഴുകയായിരുന്നു. വരും ദിവസങ്ങളിലെങ്കിലും ഇന്ത്യ നല്ല രീതിയിൽ കളിച്ചാൽ മാത്രമേ ഈ മത്സരം സമനിലയിലേക്ക് എങ്കിലും എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.